പണ്ട് തീരെ കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് കുളിക്കാൻ ഇച്ചിരി മടിയായിരുന്നു. അപ്പോൾ അമ്മ പ്രയോഗിക്കുന്ന ഒരു ട്രിക്കായിരുന്നു ബാത്റൂമിൽ കയറുക. അപ്പോൾ അമ്മ വെളിയിൽ നിന്ന് പറയും റെഡി സ്റ്റഡി ഗോ എന്ന്. അപ്പം ഞാൻ കുളിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയായിരുന്നു എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ഒരു മോട്ടിവേഷന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാൻ, അതായത് എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ചെയ്തു തുടങ്ങാൻ, എന്ത് കാര്യത്തിനും മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് തുടങ്ങാം എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണോ നിങ്ങൾ? ഇതൊന്ന് കേട്ട് നോക്കിക്കേ. അതെ, നമ്മൾ ചെറിയ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ആ മോട്ടിവേഷൻ കൊണ്ടാണ് നമ്മൾ ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുകയോ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യുകയോ ചെയ്യുന്നത്. അതായത് നമ്മൾ കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്തു തുടങ്ങുന്നു. അപ്പം നമ്മുടെ ബ്രെയിനിലെ ഒരു എഫേർട്ട് ഗേറ്റ് ഉണ്ട്, അത് തുറക്കും. അപ്പം നമ്മുടെ ഓവർ തിങ്കിങ് കുറയും. നമുക്കൊരു ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു മടിയുണ്ടല്ലോ, ആ ഒരു മൂടൊക്കെ മാറിക്കിട്ടും. അങ്ങനെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലേ തന്നെ നമ്മുടെ ബ്രെയിനിലെ ACC അല്ലെങ്കിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നീ ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും മോണിറ്റർ ചെയ്യുന്നതും ഒരു റിവാർഡ് ലേണിങ്ങിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവർ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളെ ആ കാര്യം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഏത് കാര്യവും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം തുടങ്ങുന്ന അത്രയും എഫേർട്ട് ഇല്ലല്ലോ അത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട്. അപ്പം തന്നെ നമ്മൾ ചെറിയൊരു ആക്ഷൻ ചെയ്ത് തുടങ്ങിയാലുള്ള ഒരു പ്രയോജനം എത്ര വലുതായിരിക്കും അല്ലേ? പിന്നെ നമുക്കത് ചെയ്ത് തുടർന്നു കൊണ്ടുപോകാനായിട്ട് പ്രയാസം ഉണ്ടാവില്ല. അപ്പോഴേ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങിക്കോന്നേ.